ജോലി പോലും ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഇതിങ്ങനെ വിട്ടേച്ച പറ്റില്ല ഗൈസ്. ഇതിനെനിക്ക് മാസമായിട്ട് തന്നെ പ്രതികരിക്കണം. നിങ്ങൾക്കറിയോ, ഇന്നത്തെ ഈ ജോലി ചെയ്തിട്ട് 2 ദിവസമായിട്ട് വീടൊക്കെ വൃത്തിയാക്കിയിട്ട് എല്ലാത്തിനും കാരണം നിങ്ങളുടെ കമൻസാണ്. കുറേ നാളെ ഞാൻ സഹിച്ചെടുക്കും. നിങ്ങൾ കേൾക്കുന്നത് ഇതാ നോക്കി, ഇത് പഴം പൊഴിഞ്ഞത്. ഇത് ഞാൻ രാവിലെ വെച്ചതാണ്. ഇതുവരെ എനിക്ക് ഭക്ഷണം പോയി പോകുന്നില്ല. ആകെ കഴിച്ചതാണ് ഇത്രയും പഴങ്ങളാണ്. അതിന് ബാക്കിയൊരു കായ. ഇതിപ്പോൾ കഴിക്കാനുള്ള മാനസികാവസ്ഥ ഇല്ല. ഭക്ഷണം പോലും വേണ്ട നിങ്ങളുടെ കമൻസ് കാരണം. സത്യം പറയണേ ഗൈസ്, ഞാൻ എന്തെങ്കിലും ഒന്ന് ലൈവിൽ പൊട്ടിത്തെറിക്കും. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് വന്ന ഈ ഒരു കമൻസിന് മാസമായിട്ട് തന്നെ എനിക്ക് പ്രതികരിക്കണം. ഇനി ജാതി കമൻസ് നിങ്ങൾ ആരും ഇടരുത്, മനസ്സിലായോ? കുറേ നാളെ ഞാൻ കേട്ടത് നിങ്ങൾ കേൾക്കണം. എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കമൻസ് വന്ന് ഏതോ ഒരു വൃദ്ധൻ്റെ അല്ലെങ്കിൽ ഏതോ ഒരു 58-കാരായുള്ള ഒരു എന്താ പറയുക ഒരു വൃദ്ധൻ്റെ അല്ലെങ്കിൽ വൃദ്ധൻ ഞാൻ പറയുന്നില്ല, ഏതോ ഒരു 58-കാരനായ ഒരു എന്താ പറയുക എന്താന്ന് എനിക്കറിയില്ല, എന്തായാലും വിളിക്കുക. കുറേ നാളെ ഞങ്ങൾ 58 മാങ്ങ തൊലി തേങ്ങ തൊലി പറഞ്ഞിട്ട് കുറേ നാളെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാളുടെ ഒരു മോശം കമൻറ്റ് ഞാൻ കണ്ടു. ഞാൻ അതിന് റിപ്ലൈ ചെയ്തു, ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തു. ആ വീഡിയോ ഭയങ്കര വൈറലായിട്ട് പിന്നെ അതിനെ ചൊല്ലി ഇങ്ങനെ കമൻറ്റ് ബോക്സ് നിറച്ചു. നിൻ്റെ 58 പറഞ്ഞു എവിടെ പോയി ഇടിക്കടി, എൻ്റെ 58 സോഫേനോട് ഒളിച്ചിരിക്കുക. അല്ല, കുറേ നാളെ ഞാൻ സഹിച്ചിരിക്കുന്നത്. കേൾക്കാൻ പറ്റുന്നില്ല കൈസൊന്നും. ഇന്ന് ഞാൻ ഭക്ഷണം പോകുന്നില്ല, ജോലി ചെയ്യാനുള്ള അവസ്ഥ ഇല്ല. ഇന്ന് ഞാൻ എൻ്റെ ഒരു ആ കമൻറ്റ് ബോക്സിലുള്ള മൊത്തം കമൻറ്റ്സ് ലൈവായിട്ട് വായിച്ച് പൊട്ടിത്തെറിച്ച് ഞാൻ അതിനുള്ള മറുപടി ഞാൻ കൊടുക്കാൻ പോകുന്നത്. കണ്ടില്ലേ, ഇജാതി മുതുക്ക് കമൻസിന് എനിക്ക് മറുപടി കൊടുക്കാൻ ആവശ്യം. പക്ഷേ എങ്കിൽ എൻ്റെ സമാധാനത്തിൽ എനിക്ക് കൊടുക്കണം. ഇനി ഇമ്മാതിരി കമൻറ്റ്സ് കണ്ട് ഞാൻ ആളുടെ പ്രൊഫൈൽ ആളുടെ പേര് സഹിതം ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ വെളിപ്പെടുത്തും. എനിക്കിങ്ങനെ കേട്ടിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? സഹിക്കാവുന്ന ലിമിറ്റ് കഴിഞ്ഞ് ഗൈസ്, ഒരു ലിമിറ്റ് കഴിഞ്ഞ്. 58 മാങ്ങ തൊലി തേങ്ങ പറഞ്ഞിട്ട് കുറേ നാളെ ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വന്നിട്ട് അയാൾക്ക് അതിനുള്ള മാസ് റിപ്ലൈ ഞാൻ കൊടുത്തു കഴിഞ്ഞ്, ലൈവിൽ തന്നെ കൊടുത്തു കഴിഞ്ഞ്. അത് അവിടെ വെച്ച് അവസാനിപ്പിച്ച്. പിന്നെ അതിനെ തുടർന്ന് ഇങ്ങനെ അവതരിപ്പിക്കേണ്ട ആവശ്യം എന്താ നിങ്ങൾക്ക്? സഹിക്കാൻ പറ്റുന്നില്ല. ഇതിനെനിക്ക് മറുപടി കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ എനിക്കൊരു പ്രതികരിക്കാൻ പറ്റിയ അവസ്ഥയാണ് ഞാൻ കാണിച്ചു തരാൻ പോകാം. നിങ്ങൾ ഇനി ഇമ്മാതിരി കമൻസ് ഇടരുത്. ഹലോ മോളു, അഞ്ജിത മോളു, നിൻ്റെ 58-കാരൻ എവിടെ പോയി കിടക്കുകയാണ്? ഇതിനെ എൻ്റെ മുന്നിൽ നിന്നാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ എനിക്ക് എന്താ പറയണത്, എനിക്ക് ആ സമയത്ത് എന്താണ് എൻ്റെ നാളെ ചെയ്തത് അത് നിങ്ങൾ കേൾക്കേണ്ടി വരും, മനസ്സിലല്ലേ? ഇതിപ്പോൾ പബ്ലിക്കായിട്ട് പ്ലാറ്റ്ഫോം ആയിപ്പോയി, അവിടെ എനിക്കൊന്നും പറയാൻ പറ്റും. പക്ഷേ എന്നാലും പറയാം, നീ നിൻ്റെ വീട്ടുകാരോട് പോയി ചോദിച്ചോക്ക് ഈ കമൻസ് ഇട്ട ആളുടെ. ശരിയല്ലേ? 58 സുഖമല്ലേ അഞ്ജിത മോളേന്ന് ആണ്. എന്താ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടടാ? മനസ്സിലല്ലേ? ഇമ്മാതിരി കമൻസ് ഇനി വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് ഞാൻ ലൈവിൽ നിങ്ങളുടെ പേരും പ്രൊഫൈലും കാണിക്കും. 100% ഉറപ്പാണ്.